ലൈംഗികാധിക്ഷേപ പരാതിയിൽ പോലീസ് വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലെത്തിച്ചു. അല്പസമയത്തിനകം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ, എറണാകുളത്ത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അവിടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകും. കോടതിയിൽ മജിസ്ട്രേറ്റിന് മുൻപാകെ ഇന്ന് ഹാജരാക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഒരുപക്ഷെ അത്തരം തുടർ നടപടികൾ നാളേക്ക് മാറ്റാനും സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് എന്ന നടപടിക്രമം ഉണ്ടാകും. മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കുന്നത് ഇന്നാണോ അതോ അത് നാളേക്ക് മാറ്റുമോ എന്നീ ഘട്ടത്തിൽ വ്യക്തമല്ല. പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്ന സൂചനയുണ്ട്. വിശദമായ ഒരു ചോദ്യം ചെയ്യൽ, ഈ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന് പോലീസ് അപേക്ഷ നൽകിയേക്കും, കോടതിയെ സമീപിച്ചേക്കും എന്നാണ് സൂചന. ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷയും കോടതിയിൽ നൽകാൻ സാധ്യതയുണ്ട്. അതിനിടെ പരാതിക്കാരി മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴി കൂടി നൽകിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അതൊരു നിർണായക നീക്കമാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഏതെങ്കിലും തരത്തിൽ ലൂപ്പ് ഹോൾസ് ഒക്കെ ഉപയോഗിച്ച് പ്രതി ഇടക്കാല ജാമ്യമൊക്കെ നേടുന്നത് ഒഴിവാക്കാൻ കൂടിയുള്ള പോലീസിൻ്റെ ശ്രമമാണ് എന്ന് തോന്നുന്നു. വളരെ നേരത്തെ തന്നെ, അല്ലെ വളരെ വേഗത്തിൽ തന്നെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി ഇവിടെ മജിസ്ട്രേറ്റിന് മുൻപാകെ രേഖപ്പെടുത്തിയത്. ഇന്ന് വൈകിട്ടാണ് കോടതിയിൽ ഹാജരായി പരാതിക്കാരി മൊഴി നൽകുകയും ചെയ്തത്. അതും ഈ കേസ് വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും. സെൻട്രൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് വിഷ്ണു ചേരുന്നത്. വിഷ്ണു, പോലീസ് സ്റ്റേഷനിൻ്റെ മുന്നിലേക്ക് എത്തിയോ ഈ വാഹനം? വിജയകുമാർ പോലീസ് സ്റ്റേഷൻ മുന്നിലേക്ക് എത്തിയിട്ടില്ല. ഗോശ്രീ പാലം കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കഷ്ടിച്ച് ഒരു 5 മിനിറ്റ് മാത്രമാണ് ഗോശ്രീ പാലത്ത് നിന്ന് സെൻട്രൽ സ്റ്റേഷനിലേക്ക് ഉള്ള ദൂരം. അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ സ്റ്റേഷനിലേക്ക്, സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. ഇന്നലെയാണ് ഈ നടി ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയത്. ആ പരാതിയിന്മേൽ ഒരു ചടുലമായ നീക്കം പോലീസ് നടത്തുന്നു. ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്ന് അനൂപ് ചാക്കോയുടെ നേതൃത്വത്തിലുള്ള ടീം വയനാട്ടിലേക്ക് പോകുന്നു. വയനാട് വെച്ച് ഇന്ന് രാവിലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. സ്വന്തം വാഹനത്തിൽ വരാൻ ബോബി ആവശ്യപ്പെട്ടു. ഇന്നലെ പോലും അങ്ങനെ ഒരു താല്പര്യവും അല്ലെങ്കിൽ ഒരു ആനുകൂല്യവും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നില്ല. നേരത്തെ പിടിയിലായ ഷാജിയും ബോബിയും കേരള നിയമത്തിന് മുൻപിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമ സംവിധാനത്തിന് മുൻപിൽ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് വാഹനത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടി അടുത്തത് അറസ്റ്റാണ്. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. അതിനുശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നത്. അത് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അക്കാര്യത്തിലൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ DCP അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. അല്പസമയത്തിനകം തന്നെ അവരുടെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യലും ബാക്കി തുടർ നടപടികളൊക്കെ സ്വീകരിക്കുക. അറസ്റ്റ് എന്നുള്ളത് ഉറപ്പാണ്. അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുകയും ചെയ്യും. ഇനിയിപ്പോൾ കോടതി സമയം കഴിഞ്ഞു. മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം ഒരു പ്രാഥമിക വിഷ്ണു, ഇപ്പോൾ ഒടുവിൽ വരുന്നവരും ഹൈക്കോടതിയുടെ ഭാഗത്തേക്ക് പോലീസ് സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ടടുത്താണ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും എന്ന് കരുതാം. അറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തും. കേസെടുത്തിരിക്കുന്നത് ആ പോലീസ് സ്റ്റേഷനിലാണ്. അവിടെയാണ് ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക. വിഷ്ണു തുടരുന്നുണ്ട്. വിഷ്ണു, പറയാം. വിജയകുമാർ, അല്പസമയത്തിനകം തന്നെ ഏകദേശം കഷ്ടിച്ചൊരു 3 മിനിറ്റിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരുമായുള്ള അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. ഇവിടെ വാഹനങ്ങളടക്കം ഈ വഴിയിൽ പോലീസ് ക്രമീകരിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചക്കും പോലീസും ഹണിറോസും തയ്യാറല്ല. ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. ഇത് ഒരു സൂചനയാണ്. അതായത് ഈ മറഞ്ഞിരുന്ന മുഖമില്ലാത്ത ഐഡികളിൽ നിന്ന് ഈ സെലിബ്രിറ്റികളെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സ്ത്രീകളെയും സാധാരണക്കാരായ സ്ത്രീകളെയും ഒക്കെ മറഞ്ഞും ഒളിഞ്ഞും ഇരുന്ന് ആക്രമിക്കുന്ന ആളുകൾക്ക് എതിരെയുള്ള ഒരു മറുപടിയാണ്, അവർക്കുള്ളൊരു സന്ദേശമാണ്. നിങ്ങൾ എത്ര ഉന്നതരാണെങ്കിലും, നിങ്ങൾ എത്ര മറഞ്ഞിരുന്നാലും നിങ്ങളെ പിടികൂടാൻ കേരള പോലീസ് ഉണ്ട് എന്ന് നൽകുന്ന ഒരു സൂചനയാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാണ്. ഇന്നലെ പരാതി നൽകിയ ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഹണിറോസ് ബന്ധപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി പൂർണ്ണ ഉറപ്പ്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹണിറോസിന് നീതി ഉറപ്പാക്കും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. ആ ഉറപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ സെൻട്രൽ പോലീസിന്റെ ടീം ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടി വയനാട്ടിലേക്ക് പോയത്. അതവർ വളരെ വൃത്തിയായി കൃത്യമായി ചെയ്തു. ഇങ്ങോട്ടേക്ക് വാഹനം എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇത്തരത്തിലൊരു അറസ്റ്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റഡി ഉണ്ടാകുന്നത്. നേരത്തെയും ബോബി ചെമ്മണ്ണൂരിനെതിരെ പല ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നെങ്കിലും അതൊരു അലിഗേഷനിൽ തന്നെ ഒതുങ്ങിപ്പോയി, കേസിലേക്കൊന്നും കടന്നിരുന്നില്ല. ഇപ്പോൾ അതൊരു സൈബർ ആക്രമണം എന്നതുള്ള ഒരു കേസായി. ഒരു പ്രമുഖ നടി, മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചലച്ചിത്ര താരങ്ങളായ ഹണി റോസ് തന്നെ തനിക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേര് പറയാതെ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ ആ മുന്നറിയിപ്പ് വകവെക്കാതെ അവരെ വീണ്ടും ബോബി ചെമ്മണ്ണൂർ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് അവർ കൂടുതൽ കരുത്താർജിച്ച് അവർ പറയുകയാണ്, ഞാൻ ഈ സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ, തന്നെ വേട്ടയാടുന്നവർക്കെതിരെ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്നു. ആ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന അവരെടുത്ത നിലപാട് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അതിവേഗ കസ്റ്റഡിയിലേക്കും ഇപ്പോൾ അറസ്റ്റിലേക്കും ഒക്കെ കടക്കാൻ പോകുന്നത്. ശരി വിഷ്ണു, ഏതായാലും വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ അതൊരു അതിവേഗ നീക്കം തന്നെയാണ്. ആ നീക്കം പോലീസ് വളരെ ആസൂത്രിതമായി അധികം ചോരാതെ നടപ്പാക്കി എന്നതാണ്. വയനാട് മേപ്പാടിയിൽ ഒരു 1000 ഏക്കർ എന്ന പേരിൽ ബോബി ചെമ്മണ്ണൂരിന് ഒരു തേയില എസ്റ്റേറ്റും അതിനോട് ചേർന്ന ഒരു റിസോർട്ടിന് സമാനമായ ഒരു സംഗതിയുമുണ്ട്. ഇവിടെ വെച്ച് രാവിലെ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് വളരെ നാടകീയമായി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്നലെ. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കങ്ങളൊക്കെ ഉണ്ടായത്. ഇതധികം പുറത്തു പോകാതെ ഈ നീക്കങ്ങളൊക്കെ അറിഞ്ഞു. ഒരുപക്ഷെ വളരെ ചുരുക്കം പോലീസിലെ ഉന്നതർ മാത്രമാണ് ഒരുപക്ഷെ ഇത് അറിഞ്ഞത് എന്ന് വേണം പറയാൻ. എറണാകുളം സെൻട്രൽ പോലീസും അതുപോലെ വയനാട് SP തപോഷ് ബസുമതാരിയുടെ ഒരു സ്പെഷ്യൽ സ്ക്വാഡുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സ്ക്വാഡും ചേർന്നാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. അത് വൈകിയിരുന്നെങ്കിൽ ഇന്ന് കോയമ്പത്തൂരിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് ബോബി പോകുമായിരുന്നു. അവിടെ നിന്ന് ഒരുപക്ഷെ ബംഗളൂരുവിലേക്ക് പോകാൻ നീക്കമുണ്ടായിരുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത് ഈ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടിക്രമങ്ങളെ ആകെ വൈകിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ ആ യാത്രയ്ക്ക് തൊട്ടു മുമ്പ് ഏതാണ്ട് വാഹനം മുന്നിൽ നിർത്തി നമ്മൾ വട്ടം നിർത്തുക എന്നൊക്കെ പറയുമല്ലോ, ഏതാണ്ട് അങ്ങനെ പോലീസ് വാഹനം നിർത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. നാടകീയമായി തന്നെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറയാം. ബോബി ചെമ്മണ്ണൂരിൻ്റെ വാഹനത്തിൽ പോലീസിൽ അവിടെ ക്യാമ്പിലേക്ക് വരാം എന്ന് പറഞ്ഞു. പക്ഷേ അത് അനുവദിച്ചില്ല. പോലീസ് വാഹനത്തിൽ തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിലേക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ആ നിലയിലുള്ള എന്തെങ്കിലും ഒരു പരിഗണന ഒന്നും ഈ പ്രതിക്ക് കൊടുത്തിട്ടില്ല. വാഹനവ്യൂഹം ഇങ്ങനെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തേക്ക് എത്തുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അതവിടെ എത്തും. അവിടേക്ക് വരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണത്.